നമസ്കാരം. ഹരി വി ജെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. പിന്നെ എൻ്റെ ഈ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത, ലൈക്ക് ചെയ്ത, ഷെയർ ചെയ്ത എല്ലാ നല്ല മനസ്സിൻ്റെ ഉടമകൾക്കും, എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. തുടർന്നും അതിൽ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള അവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഗ്രഹങ്ങളുടെ സ്വരൂപം എന്ന വിഷയമാണ്. സ്വരൂപം ഗാലക്സിയിലെ കാണുന്ന, ആകാശത്തിൽ കാണുന്ന ഈ നമ്മൾ ആരോപിക്കപ്പെട്ടിരുന്ന 12 രാശികൾ, അതായത് 12 മാസമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം രാശിയും ഗ്രഹങ്ങളും ഒക്കെ പഠിച്ചിരുന്നു. അതിൽ നമ്മൾ ഓരോന്നിനെയും ആരോപിച്ച് അതിൽ നിന്നും സത്യങ്ങളെ കണ്ടെത്തുന്ന ഒരു മാർഗമാണല്ലോ നമ്മുടെ ഈ വിഷയം. അപ്പോൾ നമ്മൾ അതിലെ അറ്റ്മോസ്ഫിയറിലെ ആ ഒരു സ്വരൂപത്തെ നമ്മൾ കാണുകയാണ്. അപ്പോൾ മേടൻ രാശി എന്ന് 12 രാശിയിലെ നമ്മൾ മേടം, ഇടവം, അങ്ങനെ നമ്മൾ ആ രാശികളെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസം പഠിച്ചിരുന്നു. ആ മേടൻ രാശിയിൽ കാണുന്ന ഒരു രൂപം എന്താണെന്നുള്ളതാണ്. അപ്പം മേടൻ രാശിയിൽ കാണുന്നത് കോലാടിൻ്റെ ഒരു രൂപത്തിൽ, ഒരാടിൻ്റെ ഒരു രൂപം നമുക്കവിടെ ഗാലക്സിയിൽ കാണാൻ പറ്റും എന്നാണ് ആചാര്യമതം. അപ്പോൾ ആ 30 ഡിഗ്രിയിലുള്ള ആ പൊസിഷനിൽ നമുക്കൊരാടിൻ്റെ സ്വരൂപം കാണാൻ പറ്റും. അതുപോലെ ഇടവൻ രാശിയിൽ ഒരു പുഷ്ടിയുള്ള ഒരു പോത്തിൻ്റെ രൂപം നമുക്കതിൽ കാണാൻ പറ്റും. അത് പോത്തെന്നൊക്കെ ഉദ്ദേശിക്കുമ്പോഴൊക്കെ നമുക്ക്, അല്ലെങ്കിൽ പോത്തെന്നൊക്കെ പറയുമ്പോൾ അത് വളരെ പുഷ്ടിയുള്ള ഒരു സംഭവമായിട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പുഷ്ടിയുള്ള ഒരു രൂപത്തെ നമുക്ക് കാണാൻ കഴിയും. ഈ രൂപങ്ങളെല്ലാം തന്നെ, ഈ രൂപങ്ങളെ ഓരോ രൂപങ്ങളിലും പല പല വിഷയങ്ങളിൽ നമ്മൾ ആരോപിച്ചിട്ടാണ് നമ്മുടെ ഈ പറഞ്ഞ സത്യങ്ങളെ കണ്ടെത്തുന്നത്. അതുപോലെ മിഥുനം രാശിയിൽ 2 കന്യക, ഒരു യുവാവും ഒരു യുവതി, അതായത് ഒരു ദമ്പതികളുടെ ഒരു ഫോട്ടോസ് അവിടെ നമുക്ക് ദർശിക്കാൻ പറ്റും. അതിൻ്റെ സിമ്പലായിട്ട് നമുക്ക് കാണാൻ പറ്റും. കർക്കിടകം രാശിയിലേക്ക് വന്നാൽ അവിടെ നമുക്കൊരു ഞണ്ടിൻ്റെ രൂപം കാണാൻ പറ്റും. അപ്പം ഈ ഓരോ ജീവികളെയും കൊണ്ട് നമ്മൾ എന്തിനാ ഉപമിക്കുന്നത്? ആ ജീവികളിലൊക്കെയുള്ള ചില സ്വഭാവങ്ങളെ നമ്മൾ അതിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. നമ്മൾ ഹോളി ബൈബിളൊക്കെ പരിശോധിച്ചാൽ അതിൽ നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളെ പ്രാവിനെ നോക്കുവിൻ, പാമ്പിനെ നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സബ്ജക്റ്റിൽ അതിലൊക്കെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഓരോ മൃഗങ്ങളെ കൊണ്ട് നമ്മൾ ഉപമിച്ച് അതേ നോക്കെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ നോക്കാൻ പറയുമ്പോൾ എന്തൊക്കെയോ അവിടെയൊക്കെ നമുക്ക് അതിൽ നിന്നൊക്കെ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്നുള്ളതാണ്. അതുപോലെ വന്ന് നമ്മൾ ചിങ്ങൻ രാശിയിലേക്ക് പോയി ഒരു സിംഹത്തിൻ്റെ ഒരു രൂപം കാണാൻ പറ്റും അവിടെ. ആ സിംഹം ധരിച്ച് നിൽക്കുന്ന സിംഹം ഒരു പരമാധികാരി എന്നൊക്കെയുള്ള ഒരു പദവിയാണ് അല്ലേ. നമ്മൾ അങ്ങനെയൊക്കെയുള്ള രീതിയിലേക്ക് ചിന്ത കൊണ്ടുവരാനാണ് ഇവിടെ ശാസ്ത്രീയമായിട്ട് നമ്മൾ അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ ആരോപിച്ചെടുത്തിട്ട് ശേഷം അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ്. പിന്നെ കന്നിരാശിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു കന്യകയായ ഒരു സ്ത്രീയുടെ ഒരു രൂപം നമുക്കവിടെ കാണാൻ പറ്റും. അപ്പം ആ രൂപത്തെ കൊണ്ട് നമുക്ക് ഇതുപോലെ ഒത്തിരി കാണാൻ പറ്റും. ഓരോ രൂപങ്ങളും അതിനാണ് നമുക്ക് അവിടെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് തുലാ രാശിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു ത്രാസിൻ്റെ രൂപം കാണാൻ പറ്റും. ഒരു ത്രാസ് ഇങ്ങനെ, അതൊരു ഈക്വലൈസം. അതിന് ചിലപ്പം ആ രാശിയിലുള്ളവർക്ക് ചിലപ്പം വളരെ പങ്ക്ച്വാലിറ്റി ഉള്ളവരായിരിക്കാം. അങ്ങനെയൊക്കെയുള്ള ചിലപ്പം ചിന്തിക്കാനായിരിക്കാമെന്ന് നമ്മളിത് പഠിച്ച് വരുമ്പോൾ അറിയാൻ പറ്റും. പിന്നെ വൃശ്ചികൻ രാശിയിലേക്ക് വന്നാൽ നമുക്കൊരു ഞണ്ടിൻ്റെ ഒരു സ്വരൂപം അവിടെ കാണാൻ പറ്റും, ഒരു ആകൃതി കാണാൻ പറ്റും. ഞണ്ട് അതെല്ലാം ഇങ്ങനെ ഇറുക്കി പിടിക്കുന്ന അങ്ങനെയൊക്കെയുള്ള
ചിലപ്പോൾ അതൊക്കെ ഉണ്ടാവാം. നമ്മളത് തുടർന്ന് പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുള്ളൂ. അതുപോലെ ധനുവിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വില്ല് കൊലച്ചിട്ടിങ്ങനെ നിൽക്കുന്ന ഒരു എന്നാ കയ്യിലിങ്ങനെ വില്ലും അരയിലിങ്ങനെ കെട്ടിക്കൊണ്ട് ഒരു കുതിരയുടെ മാതിരി നിൽക്കുന്ന ഒരു പിക്ചർ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതാണ് ധനു. അപ്പം അതിൻ്റെ അകത്ത് കാണിക്കുന്ന അതാണ്. ഈ മകരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മത്സ്യത്തിൻ്റെ രൂപത്തിൽ, മത്സ്യരൂപമാണോ മാനിൻ്റെ രൂപവുമാണ് എന്നാൽ ഒരു മത്സ്യരൂപവുമാണ്, ആ രീതിയിലുള്ളൊരു രൂപം കാണാം. മാനാണ് ശരിക്കും, മാനിൻ്റെ മുഖവും അങ്ങനെ മത്സ്യത്തിൻ്റെ ആ ഒരു സ്വരൂപം പോലെ നമുക്ക് തോന്നിക്കുന്ന തരത്തിൽ നമുക്ക് ഗാലക്സിയിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളിങ്ങോട്ട് അടുത്തതിലേക്ക് വന്ന കുംഭത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു നിറഞ്ഞു തുടുമ്പുന്ന ഒരു കുടം നമുക്ക് കാണാൻ പറ്റും. ആ നിറഞ്ഞു തുടുമ്പുന്ന കുടം കൊണ്ട് ഒരു പക്ഷേങ്കിൽ അറിവുണ്ടാവും. ഒത്തിരി അറിവുള്ളവരായിരിക്കും അവർ. അവർക്ക് ഒത്തിരി ആൾക്കാർക്ക് അറിവ് പ്രദാനം ചെയ്യുന്നവരായിരിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തിക്കാൻ നമുക്ക് സാധ്യതയുണ്ട്. മീനൻ രാശിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 മീനുകളിങ്ങനെ അതിങ്ങനെ എങ്ങനെ വളഞ്ഞിങ്ങനെ തിരിഞ്ഞ് കിടക്കുന്നതായിട്ട് തോന്നാൻ പറ്റും. അങ്ങനെ അന്യോന്യം 2 മത്സ്യങ്ങൾ ഇങ്ങനെ ഒന്ന് മുഖത്തിനോട് മുഖം തോന്നി ഇങ്ങനെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഗ്രഹങ്ങളുടെ സ്വരൂപത്തെക്കുറിച്ച് നമ്മൾ, അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പിനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതിങ്ങനെ ഓരോന്ന് പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ ആ ഒരു രാശിയിൽ നമ്മൾ ചെന്ന് ആ രാശിയിൽ ജനിക്കുന്നവരുടെ കാര്യങ്ങളൊക്കെ നോക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ രാശിയുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങളെ ആരോപിക്കേണ്ടതുണ്ട്. അങ്ങനെ ആരോപിച്ചാണ് നമ്മൾ ഈ കാര്യങ്ങളിലൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുക. അങ്ങനെയാണ് നമ്മൾ ഈ ലോകത്തിലെല്ലാ അറിവുകളും അങ്ങനെ ആരോപിക്കപ്പെട്ടിട്ടാണല്ലോ നമുക്ക് വളർന്നു വരുന്നത്. തികച്ചും അത് നമുക്ക് കുറച്ചും കൂടി ലളിതമായ രീതിയിൽ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ. പിന്നെ എൻ്റെ കമൻറ്റ്, എൻ്റെ ചാനലിലെ കമൻറ്റുകളൊക്കെ എനിക്ക് ഇടണം. പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒക്കെ ഇടുന്നത് എനിക്കിഷ്ടമാണ്. കൂടുതൽ എനിക്കിഷ്ടം നെഗറ്റീവായിട്ട് ഇടുന്നതാണ്. നെഗറ്റീവ് ആകുമ്പോൾ എനിക്ക് എത്രമാത്രം എൻ്റെ കുറവുകളെ മനസ്സിലാക്കാൻ എനിക്ക് കഴിയും. അത് തുടർന്ന് ആ കുറവുകളെല്ലാം പഠിച്ച് അറിയാൻ അല്ലെങ്കിൽ അത് തുടർന്ന് പഠിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് ആൻസർ ഞാൻ ചെയ്തിരിക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ മെമ്പറും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സഹായിച്ച, അല്ലെ എൻ്റെ ആത്മസുഹൃത്തൊക്കെ ആയിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു. ആറ്റുകാൽ രാധാകൃഷ്ണനും അതുപോലെ തന്നെ കാണിപ്പയ്യൂരൊക്കെ നിങ്ങളുടെ ശിഷ്യരാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ അത് നല്ലതാണ്, അങ്ങനെ ചോദിക്കണം. ചോദിക്കുമ്പോഴാണ് നമുക്കതിനെ കൃത്യമായിട്ടുള്ള ആൻസർ ചെയ്യാൻ പറ്റുക. കാരണം പ്രകൃതിയിൽ നമ്മൾ നോക്കിയാൽ പ്രകൃതിയിൽ എൻ്റെയും നിങ്ങളുടെയും പോലുള്ള മാതാപിതാക്കൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ മുന്നേ ഉള്ള മാതാപിതാക്കളിൽ ഉണ്ടായ കുട്ടികളാണ്, അവരാണ് വളർന്നു വലുതായി ഈ പറയുന്ന സ്ഥാനത്തേക്കൊക്കെ വരുന്നത്, ഗുരുവായും ശിഷ്യനുമായും ഒക്കെ വരുന്നത്. ആരും ആകാശത്തു നിന്ന് ഞാൻ ഗുരുവാന്നും പറഞ്ഞ് ഇവിടെ ഇറങ്ങി വന്നിട്ടില്ല. അപ്പം എല്ലാവരും ഇതുപോലെ തന്നെ പ്രയത്നിച്ച് അതിന് വേണ്ട കഠിനാധ്വാനം ചെയ്ത് മനസ്സിലാക്കി അവർ പിന്നെ ഗുരുക്കളും ശിഷ്യരും ഒക്കെ ആയി മാറുന്നതാണ്. അപ്പം ഈ പ്രകൃതിയിൽ നിക്ഷേപിച്ചിട്ട് പോകുന്ന അറിവുകളെ നമ്മൾ സ്വായത്തമാക്കി അതും നമ്മൾ സ്വീകരിച്ച് കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞേച്ച് നമ്മളും ഈ ലോകത്തു നിന്ന് വിട പറയുകയാണ്. അപ്പോൾ ആ വിട പറയുന്ന നമ്മൾ അറിവുകളെ ഒരറിവും അന്യമായിട്ട് കാണാൻ പാടില്ല. അതുപോലെ മെസ്സേജുകൾ വിടണം. നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, എന്ത് അഭിപ്രായമാണെങ്കിലും നിങ്ങൾ മറ്റൊന്നും വിചാരിക്കരുത്. എനിക്കൊരു വിഷമോ പ്രയാസം ഉണ്ടാകും എന്നുള്ള രീതിയിലൊന്നും ഇല്ല. നിങ്ങളുടെ കമൻ്റാണ് എൻ്റെ ശക്തി. എനിക്ക് എത്രമാത്രം വിവരമുണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ കമൻറ്റിൽ കൂടിയാണ്. നിങ്ങളുടെ കമൻറ്റിൽ കൂടിയാണ് എനിക്ക് എത്രമാത്രം വിവരം ഇനി ഒത്തിരി വളരാൻ കിടക്കുന്നു. പക്ഷേ അതൊക്കെ നിങ്ങളുടെ കമൻറ്റിൽ കൂടി മാത്രമാണ്. അപ്പം നെഗറ്റീവായിട്ടുള്ളതും പോസിറ്റീവായിട്ടുള്ള എല്ലാ കമൻറ്റുകളും നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. എല്ലാവരും എന്നെ മനസ്സിലാക്കി എൻ്റെ ഈ ചാനലിനെ പ്രൊമോട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഈ ചാനലിൽ നിങ്ങൾ എനിക്ക് തന്ന എല്ലാ സഹായവും ഞാൻ എല്ലാ സഹായത്തിനും എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു. തുടർന്ന് എന്നെ സഹായിക്കാനിരിക്കുന്നവർക്കും എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനിരിക്കുന്നവർക്കും അഡ്വാൻസായിട്ട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ തുടർന്നും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.